എൻ്റെ പേര് സുന്ദരൻ. ഈ സ്ഥാപനത്തിൻ്റെ പേര് ജന്നാത്ത് സോയിൽ ബ്രിക്സ്. ഇത് ഓങ്ങല്ലൂർ പൂക്കപ്പടിയിലാണ് ഈ സ്ഥാപനം നിലനിൽക്കുന്നത്. ഓങ്ങല്ലൂർ പൂക്കപ്പടി നമ്മളിത് ഉണ്ടാക്കുന്നതിൽ പ്രധാനമായിട്ട് ഈ മഡ് ബ്രിക്ക് ഉണ്ടാക്കുന്നതിൽ നമ്മൾ പ്രധാന ഘടകത്തിൽ മണ്ണാണ്. മണ്ണ് നമ്മൾ നല്ല മണ്ണ് ഇല്ലെങ്കിൽ ഈ കട്ടയ്ക്ക് ഉറപ്പ് കിട്ടില്ല. അപ്പോൾ നല്ല മണ്ണ് നമ്മൾ വെട്ടുകല്ലിൻ്റെ മണ്ണ് തന്നെ വേണം. വെട്ടുകല്ലിൻ്റെ പൊടി തരിച്ചിട്ടാണ് നമ്മളിത് പ്രൊഡക്ഷൻ നടത്തുന്നത്. അപ്പോൾ നമ്മൾ വെട്ടുകല്ലിൻ്റെ മണ്ണ് എവിടെ കിട്ടുക വെച്ചാൽ അത് ഈ അടുത്ത ഭാഗങ്ങളിലൊന്നും ഇല്ല. അപ്പോൾ എവിടെയുള്ളത് വെച്ചാൽ ആ മണ്ണ് എവിടെയുള്ളത് വെച്ചാൽ അവിടെ പോയി നമ്മൾ കൊണ്ടുവരികയാണ് ഈ സാധനം. അത് ദൂരം വഴിക്കുന്നതാണ് അത് കിട്ടുക. നമ്മുടെ ഈ പ്രദേശത്തൊന്നും അങ്ങനെ വെട്ടുകല്ലിൻ്റെ മണ്ണ് കിട്ടാൻ സാധ്യതയുള്ള സ്ഥലങ്ങളല്ല. അപ്പോൾ നമ്മൾ വളാഞ്ചേരി, കാടാമ്പുഴ, കോങ്ങാട്, മാങ്ങോട് അങ്ങനെയുള്ള പല ഭാഗത്തു നിന്നാണ് നമ്മൾ മണ്ണ് കൊണ്ടുവരുന്നത്. അത് വലിയ ടോറസ് അതുപോലെ ട്രക്ക് അങ്ങനെയുള്ള വാഹനങ്ങൾ നമ്മളിവിടെ എത്തിക്കുകയാണ്. അതിനുശേഷം നമ്മൾ ആ മണ്ണ് നേരെ ഇതിൻ്റെ ഒരു അരിപ്പുണ്ട്, ആ അരിപ്പയിലിട്ട് തരിച്ചെടുക്കും. അതിന് ശേഷം നമ്മൾ ക്രഷറിലേക്ക് ഇടും. അങ്ങനെ ക്രഷറിലിട്ട് പൊടിച്ച് പിട്ടിൻ്റെ തരി പാകത്തിനാക്കിയിട്ട് അതും സിമൻറ്റും കൂടി നമ്മൾ മിക്സ് ചെയ്ത് നമ്മൾ ഈ ഹൈഡ്രോളിക് മെഷീനിലേക്ക് ഇടുകയാണ്. ആ ഹൈഡ്രോളിക് മെഷീൻ പറഞ്ഞ ഏകദേശം അപ്പോൾ നമ്മൾ അടിഭാഗത്തു നിന്നും മോൾ ഭാഗത്തു നിന്നും ആ 40 ടൺ പ്രസ്സിങ് നമ്മൾ കൊടുത്തിട്ടാണ് ഈ കട്ട ഉണ്ടാക്കി വരുന്നത്. പക്ഷെ നമ്മൾ ഏകദേശം ഒരു 15 ദിവസം 13 ദിവസം വയ്ക്കും. നമ്മൾ ഈ കട്ട നനയ്ക്കും, ഫുള്ള് നനയ്ക്കും. അതിനുശേഷം നമ്മൾ കട്ട പുറത്തേക്ക് വിടും. ഒരു 13 ദിവസം കഴിയുമ്പോഴേക്കും നമ്മൾ കട്ട പുറത്തേക്ക് വിടും. വ്യത്യസ്തമായിട്ട് തോന്നി പറഞ്ഞാൽ നമ്മളിതിൽ നല്ല മണ്ണ് നമ്മൾ സിമൻറ്റ് നമ്മൾ 1.5 കിലോ സിമൻറ്റ് വരെ നമ്മളിത് ചേർക്കും. അതിൽ ഒരു കട്ടയ്ക്ക് ഒരു 1.5 കിലോ സിമൻറ്റ് വരെ വരും. സിമൻറ്റ് കുറയും തോറും അതിൻ്റെ ഉറപ്പും കുറയും. നല്ല മണ്ണായിരിക്കുക. അതുപോലെ സിമൻറ്റിൻ്റെ അളവും കറക്റ്റായിട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ നല്ല ഉറപ്പുള്ള കട്ട കിട്ടും. നമ്മുടെ കട്ട എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ വലിയ ലോഡിങ് വണ്ടി നമ്മൾ നമ്മുടെ കട്ടർ മുകളിൽ കയറ്റിയാലും നമ്മുടെ കട്ട പൊട്ടില്ല. പിന്നെ നമുക്ക് എത്ര ഉയരത്തിൽ നിന്നിട്ടാലും നമ്മുടെ കട്ട പൊട്ടില്ല. അതുപോലെ നമുക്ക് എത്ര വെള്ളത്തിലിട്ട് വെച്ചാലും നമ്മുടെ കട്ട വെള്ളം കുടിക്കില്ല. നമ്മൾ ആ വെള്ളത്തിലിട്ട് വെച്ച് ഒരു മാസം കഴിഞ്ഞെടുത്ത് കഴിഞ്ഞാലും അങ്ങനെ തന്നെ സാധനം എടുത്ത് നമ്മൾ പുറത്തേക്ക് എടുത്ത് വെച്ചാൽ ആ കട്ട ഉണങ്ങി കഴിഞ്ഞാൽ വീണ്ടും പഴയ മാതിരിയാവും. അവർ പറയാറുണ്ട്, നമ്മുടെ കട്ട കാണുമ്പോൾ തന്നെ പറയലുണ്ട് അവർ, മറ്റുള്ള ഭാഗത്ത് നിന്ന് കൊണ്ടുവന്ന കട്ടയേക്കാളും നല്ല ഉറപ്പുള്ള കട്ടയാണ്, പിന്നെ നല്ല ഫിനിഷിംഗ് ഉള്ള കട്ടയാണ്. എല്ലാവരും നല്ല അഭിപ്രായമാണ് പറയുന്നത്. അതിനെ ഒരു ഘട്ടം കൊണ്ടുപോയി പിന്നെ അടുത്ത ഇപ്പോൾ മുള്ളൂർക്കര ഭാഗത്തേക്ക് പോയി കഴിഞ്ഞോട് കൂടിയിട്ടിപ്പോൾ ആ ഭാഗത്ത് നിന്ന് നമുക്ക് ഇഷ്ടംപോലെ ഓർഡറുകൾ വരുന്നുണ്ട്. അങ്ങനെ ഒരു ഭാഗത്ത് പോയി കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു സൈറ്റിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ തൊട്ടടുത്തു നിന്നൊക്കെ നമുക്ക് ഇഷ്ടംപോലെ ഓർഡറുകൾ വരുന്നുണ്ട്. ഇതിൽ പ്രധാനമായിട്ട് നമുക്ക് ചൂടാണ്. ഇപ്പോൾ ഈ എന്ത് കഴിഞ്ഞാലും ഇപ്പോൾ ഈ ചൂടുകാലമായി കഴിഞ്ഞാൽ ഒരു ഭയങ്കര ചൂടാണല്ലോ. അപ്പോൾ നമുക്ക് ചൂടിനെ പ്രതിരോധിക്കാൻ ഈ കട്ടയ്ക്ക് കഴിയുന്നുള്ളതാണ്. ചൂട് തീരെ വരില്ല. അതിന് നല്ല ചൂടുള്ള ഭാഗത്ത് ആണെങ്കിലും നമ്മൾ പുറമെ ചൂടുണ്ടെങ്കിലും ഉള്ളിലേക്ക് കടന്നു കഴിഞ്ഞാൽ തീരെ ചൂടുണ്ടാവില്ല. ആ സമയത്ത് ഹോളോ ബ്രിക്സ് ആണെങ്കിൽ ആ ചൂട് മുഴുവൻ ഉള്ളിൽ കിടക്കും. അത് കല്ലാണെങ്കിലും ഇത്ര തന്നെ ഇല്ലെങ്കിലും കല്ലാണെങ്കിലും കുറച്ച് ചൂട് വരും. പക്ഷേ ഈ സാധനത്തിന് ഈ ചൂട് തീരെ വരില്ല എന്നുള്ളതാണ്. തേപ്പിൻ്റെ കാര്യത്തിലൊക്കെ അധികം പൈസ വരില്ല. തേക്കേണ്ടവർക്ക് തേക്കാം, അല്ലാത്തവർക്ക് ഒരു ക്ലിയർ ഒരു കോട്ടോ 2 കോട്ടോ അടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ കട്ട നല്ല ഫിനിഷിങ്ങിൽ നിൽക്കും. അതുപോലെ ഉള്ളിൽ തേക്കേണ്ടവർക്ക് പുട്ടിയൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് പെയിൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല വൃത്തിയിൽ കെടുക്കും. സാമ്പത്തിക ചിലവ് വളരെയധികം കുറവാണ്, പടുക്കാൻ കുറവാണ്, പടവിന് സിമൻറ്റ് അധികം വേണ്ട, പെട്ടെന്ന് പണി നീങ്ങും, പിന്നെ നല്ല ഉറപ്പ്. അതുപോലെ നമുക്ക് വയറിങ്ങുകാർക്ക് ചെയ്യാൻ ആ അളവെടുത്തിട്ട് കറക്റ്റ് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിനനുസരിച്ച് ആ കട്ടണ് പോയി ഇതിന് പോരും. ആ ഗ്യാപ്പ് കറക്റ്റ് കിട്ടും. അതുപോലെ നമുക്കിപ്പോൾ ആണി അടിക്കണം എന്ന് തോന്നി നമുക്ക് സുഖമായിട്ട് ആണി അടിക്കാം. ഒരു കുഴപ്പമില്ല, ആണി സുഖമായിട്ട് തന്നെ ഇറങ്ങിപ്പോകും. അങ്ങനെ എല്ലാ ഗുണങ്ങളും കൂടിയ സാധനമാണിത് ഈ കട്ട. ചെതല് തീരെ വരില്ല. കാരണം അതിന് ഇത്രയും 40 ടൺ ഹൈഡ്രോളിക് പ്രസ്സിംഗ് ആണ്. അതിൽ ഈ ഗ്യാപ്പ് പറയുന്ന സാധനം വരില്ല. അതുപോലെ മറ്റുള്ള വേര് അതുപോലുള്ള കാര്യങ്ങളൊന്നും വരില്ല. കാരണം ഞങ്ങൾ മണ്ണ് നല്ല ആദ്യം ഒന്ന് തരിക്കും, പിന്നെ നോക്കി അത്രയും വൃത്തിയായിട്ടാണ് നമ്മളത് ചെയ്യണത്. ഒന്നും അതിലേക്ക് വരില്ല. അപ്പോൾ ആ പ്രസ്സിങ്ങിൽ ഗ്യാപ്പ് ഇല്ലാത്തതുകൊണ്ട് ചെതലിന് അതിൻ്റെ ഉള്ളിൽ കിടക്കാൻ ഒരു വഴിയില്ല. അപ്പോൾ നമ്മളെ എവിടെ വേണമെച്ചാൽ നമുക്ക് എത്തിച്ചു കൊടുക്കാം കട്ട. അപ്പോൾ നമ്മുടെ വണ്ടി ഉണ്ട്, നമ്മുടെ പാർട്ട്ണർക്ക് വണ്ടി ഉണ്ട്. ഒരു പാർട്ട്ണർ
ഇതേമാതിരി കൺസ്ട്രക്ഷൻ വർക്ക് എടുക്കുന്ന ആളാണ്, റോഡിൻ്റെ വർക്കും ഇതൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ 3-4 വണ്ടി ഞങ്ങളുടെ കയ്യിൽ തന്നെ ഉണ്ട് എപ്പോഴും. അപ്പോൾ ആ വണ്ടിയിൽ തന്നെ ഞങ്ങൾ എത്തിച്ചു കൊടുക്കും. അല്ല ഞാൻ അവർ വണ്ടി വിട്ട് തരികയാണെങ്കിൽ നമ്മൾ നമ്മളിവിടെ കയറ്റി കൊടുക്കും. ഒരു ദിവസം ഞങ്ങൾ 1000 കട്ട സുഖമായിട്ട് അടിക്കും, ഒരു കുഴപ്പമില്ലാതെ 1000 കട്ട അടിക്കാം. ഞങ്ങളൊരു 12 പേര് വർക്ക് ചെയ്യുന്നുണ്ട് ഇവിടെ. ലോഡിങ്ങും അൺലോഡിങ് വേണമെങ്കിൽ ഞങ്ങൾ അൺലോഡിങ് ചെയ്യും. ഇവിടെയും കാര്യമില്ലാത്ത സ്ഥലമാണെങ്കിൽ ഞങ്ങൾ അവിടെ പോയിട്ട് ഇറക്കി കൊടുക്കും. അങ്ങനെ എല്ലാതും ചെയ്തു കൊടുക്കും. ഞങ്ങൾ ക്ലിയർ അടിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ മുകളിൽ ഒന്നും പിടിക്കില്ല. എണ്ണമഴുക്ക് മാതിരി ആ സാധനം വെള്ളം ആകുമ്പോൾ തട്ടിക്കഴിഞ്ഞാൽ അങ്ങനെ അതേമാതിരി കിഴിപ്പിട്ട് ഇറങ്ങി പോകും. കട്ടർ മുകളിൽ പിടിക്കുകയില്ല. അതിനാണ് ക്ലിയർ അടിക്കണം പറയുന്നത്. പട്ടാമ്പി കുളപ്പുള്ളി ഭാഗത്ത് ഇപ്പോൾ നമ്മൾ മാത്രമേ ഉള്ളൂ. വാണിയംകുളം വരെ വേറെ കമ്പനി ഇല്ല. ഫാമിലി സപ്പോർട്ടുണ്ട്, എൻ്റെ മോനുണ്ട്, അതുപോലെ എൻ്റെ പാർട്ട്ണറുണ്ട്, പാർട്ട്ണറുടെ മോനുണ്ട്. അങ്ങനെ ഞങ്ങൾ നാലായിട്ട് ഞങ്ങൾ നല്ല ഐക്യത്തോടു കൂടി ഞങ്ങൾ നന്നായിട്ട് പോവുകയാണ്. എല്ലാവരെയും സപ്പോർട്ടുണ്ട്. അതുപോലെ നമുക്ക് മറ്റുള്ള ഭാഗങ്ങളിൽ നിന്ന് എല്ലാവരെയും നമ്മളെ സുഹൃത്തുക്കളെയും അതുപോലെ എല്ലാവരെയും സഹായം ഞങ്ങൾക്കുണ്ട്. അതുപോലെ തന്നെ ഈ വർക്ക് എടുക്കുന്ന കോൺട്രാക്ടർമാരും അതുപോലെ തന്നെ വർക്കേഴ്സും എല്ലാവരും നമ്മളെ നന്നായി സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നമ്മളിവിടെ പ്രധാനമായിട്ട് നമ്മൾ 12-8-8 അത് വീട് പണിക്ക് കല്ലിൻ്റെ അതേ വലിപ്പമുള്ള കട്ടയാണ്. അത് നമ്മൾ അതിവിടെ ഉണ്ട്. ഞങ്ങൾ പുതിയ മെഷീൻ വാങ്ങി അതിനാണ് ഇപ്പോൾ കൂടുതൽ ഓർഡർ. അതുപോലെ തന്നെ 12-8-6 ഉണ്ട്. അത് ഈ മതിൽ കെട്ടാൻ അതുപോലെ തന്നെ ബിൽഡിങ്ങുകളുടെ ഇട തൂർത്തു വരാൻ അങ്ങനത്തായിട്ടുള്ള കാര്യങ്ങൾക്കാണ് ഈ ചെറിയ കട്ട പോകുന്നത്. ഒരിക്കലും പറ്റില്ല. സെൻറ്റർ അങ്ങനെ കട്ട് ചെയ്യാൻ ഹാൻഡ് മോട്ടർ വെച്ച് കട്ട് ചെയ്യാൻ വേണം, അല്ലാതെ പൊട്ടില്ല. അത്ര ഉറപ്പാണ്. ഹാൻഡ് മോട്ടർ വെച്ചിട്ട് കറക്റ്റ് കട്ട് ചെയ്തെടുക്കുക. അതിന് പകരം ഞങ്ങളിപ്പോൾ ഇവിടെ ഒരു കാര്യം ചെയ്യുന്നുണ്ട്. ഞങ്ങൾ ഒരു ഹാഫ് കട്ടകൾ അടിച്ചു കൊടുക്കുന്നുണ്ട്. ഒരു കട്ട മുറിക്കുന്നതിന് പകരം ഞങ്ങൾ ഹാഫ് കട്ടയായിട്ട് കൊടുക്കുന്നുണ്ട്. അത് 2 കട്ട ഒരു കട്ടയ്ക്ക് ഇതായിട്ട് തുല്യമായിട്ട് ഞങ്ങൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതെ. കട്ട പൊട്ടിക്കാതിരിക്കാൻ, കട്ട മുറിക്കാതിരിക്കാൻ വേണ്ടി ഞങ്ങൾ അങ്ങനെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരു കട്ട പോകുമ്പോൾ 1000 കട്ട പോകുമ്പോൾ ഒരു 100 ഞങ്ങൾ പീസ് കട്ടകൾ കൊടുക്കുന്നുണ്ട്. അതാരും ചെയ്യാത്തതാണ്. ഞങ്ങളിപ്പോൾ അത് ചെയ്ത് വരികയാണ്, പരീക്ഷണങ്ങൾ നടത്തിയിട്ട് ചെയ്യുകയാണ്. 5 നില 6 നിലയൊക്കെ ഫ്ലാറ്റുകളൊക്കെ സുഖമായിട്ട് ചെയ്യുന്നുണ്ടല്ലോ. നമ്മുടെ അനുഭവത്തിൽ നമ്മുടെ സുഹൃത്തുക്കളൊക്കെ ഇതായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം അത് പ്രാബല്യത്തിൽ വന്നപ്പോൾ ഇപ്പം എല്ലാവരും ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് കല്ലിന് വില കൂടിയിട്ട് സാധാരണക്കാർ ഫുള്ള് ഇപ്പോൾ അത് ഈ മഡ് ബ്രിക്കിനെ ആശ്രയിക്കൽ തുടങ്ങിയിട്ടുണ്ട്. ഇത് പട്ടാമ്പിയിൽ നിന്ന് ഓങ്ങല്ലൂർ കഴിഞ്ഞ പോക്കുപ്പടി 5.5 കിലോമീറ്റർ നമ്മുടെ ഈ സൈറ്റിലേക്ക് വരും. അതുപോലെ കുളപ്പള്ളിയിൽ നിന്ന് ഒരു 6.5 കിലോമീറ്റർ ഇവിടേക്ക് വരും. അതിൻ്റെ സെൻറ്ററിലാണ് നമ്മുടെ കമ്പനി നിൽക്കുന്നത്. ഇവിടെ ഒരു ACC ഗോഡൗൺ ഉണ്ട്. ACC ഗോഡൗണിനോട് ചേർന്നാണ് ഇതുള്ളത്. ACC ഗോഡൗണും ഇതും നമ്മളെ പാർട്ട്ണർ തന്നെയാണ്. പിന്നെ അവിടേക്ക് വണ്ടി എല്ലാ ദിവസവും ഈ സിമെൻറ്റ് ഇതായിട്ട് വരാനുള്ള വണ്ടികൾ എപ്പോഴും വരുന്നതാണ്. അവിടെ എല്ലാവർക്കും അറിയാം ഏതാണ് ACC ഗോഡൗൺ എന്ന് പറഞ്ഞ എല്ലാ വണ്ടിക്കാർക്കും അറിയാം. നമ്മളെ സംബന്ധിച്ച് മഴക്കാലമായാലും ഒരു പ്രശ്നമില്ല. നമുക്ക് മണ്ണ് ഒരു 10, 100, 150, 200 ലോഡ് മണ്ണ് സ്റ്റോക്ക് ചെയ്യാനുള്ള സൗകര്യം നമ്മുടെ ഷെഡിലുണ്ട്. അതുപോലെ തന്നെ നമുക്ക് 2 ലക്ഷമോ 1 ലക്ഷമോ കട്ട സ്റ്റോക്ക് ചെയ്യാനുള്ള സൗകര്യം നമ്മുടെ ഷെഡിലുണ്ട്. അതുകൊണ്ട് നമുക്ക് വർഷക്കാലമെന്നോ ഒന്നും ഒരു വിഷയമില്ല. നമുക്ക് ഏത് കാലത്തും നമ്മുടെ കമ്പനിയിൽ കട്ട ഉണ്ടാവും. അത് ധൈര്യമായിട്ട് നമുക്ക് 100% ഉറപ്പ് കൊടുക്കാം കട്ട ഉണ്ടാവും എന്നുള്ളത്. അത്രയും സൗകര്യത്തോടു കൂട്ടാണ് ഷെഡ് കാര്യങ്ങളെല്ലാം ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ടെസ്റ്റ് നടത്തുന്നത് അതിൻ്റെ കംപ്രസിങ് സ്ട്രെങ്ത്ത് നോക്കും. ഞങ്ങൾ ഇവിടെ അല്ലമീൻ എഞ്ചിനീയറിംഗ് കോളേജ് ഉണ്ട്, അവിടെ കൊണ്ടുപോയിട്ട് ഞങ്ങൾ ടെസ്റ്റ് ചെയ്യും. ടെസ്റ്റ് റിപ്പോർട്ടൊക്കെ ഞങ്ങൾക്ക് നല്ല കല്ലിനൊക്കെ ഒരു 3 ഇതൊക്കെ മതി കംപ്രസിങ് സ്ട്രെങ്ത്ത്. പക്ഷെ നമുക്കത് 7ൻ്റെ അടുത്ത് വരെ കിട്ടുന്നുണ്ട്, 7 വരെ കിട്ടുന്നുണ്ട്. അത് നമ്മൾ മാസം പോയി ചെക്ക് ചെയ്യും, സ്ട്രെങ്ത്ത് നോക്കും നമ്മൾ. ഞങ്ങൾക്ക് ഇതിനോടനുബന്ധിച്ച് പല പരിപാടികളുണ്ട്. ഇതിനനുബന്ധിച്ച് പല രീതിയിൽ ഇപ്പോൾ ഇതിൽ നമുക്ക് ഇൻ്റർലോക്കിൻ്റെ കട്ടുണ്ട്. അത് നമ്മൾ അടുത്ത് തന്നെ ഞങ്ങളത് ഇറക്കും. അതിനൊന്ന് എൻക്വയറി വരുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ കല്ലിൻ്റെ അതേ രീതിയിലുള്ള കട്ടകളാണ് ഇറക്കുന്നത്. ഇൻ്റർലോക്ക് അതുപോലെ തന്നെ മറ്റ് ഇതിനോടനുബന്ധിച്ച് എന്ത് വരുന്ന സാധനങ്ങളും ഞങ്ങൾ പതുക്കെ അതിലേക്ക് ആഡ് ചെയ്യാനുള്ള കാര്യങ്ങളാണ് ചെയ്യണത്. സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഇപ്പോൾ പഴയ മാതിരിയുള്ള സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് എല്ലാ സപ്പോർട്ടും ഉണ്ട്. ഇപ്പോൾ നമുക്ക് പണ്ട് പഞ്ചായത്തിലൊക്കെ നമുക്കിപ്പോൾ ലൈസൻസിന് വേണമെങ്കിൽ നമ്മൾ പഞ്ചായത്തിൽ പോയിട്ട് നമ്മൾ കയറി ഇറങ്ങി കുറേ സമയം നമുക്ക് അങ്ങനെ പോകും. ഇന്നിപ്പോൾ ഒന്നിൻ്റെ ആവശ്യമില്ല. ഇപ്പോൾ K-Swift ഉണ്ട്. അതുപോലെ എല്ലാ കാര്യങ്ങളും K-Swift എടുത്തു കഴിഞ്ഞാൽ നമുക്ക് 3 കൊല്ലത്തിന് നമുക്ക് പിന്നെ ഒന്നും ചെയ്യണ്ട.
അങ്ങനെ എല്ലാ കാര്യങ്ങളും സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് എല്ലാ ഭാഗത്തു നിന്നും എല്ലാ സപ്പോർട്ടും ഉണ്ട്. ഇത് പ്രധാനമായിട്ട് ഈ ഫിനിഷിങ്ങിൻ്റെ കാരണം നമുക്ക് നമ്മുടെ കമ്പനിയിൽ ഇതിന് മെഷീൻ ഓപ്പറേറ്റ് ചെയ്യുന്ന ആൾ ഏകദേശം ഒരു 17-18 വർഷം ഈ ഫീൽഡിലുള്ള ആളാണ്. ആളെ ഞങ്ങൾ കൊല്ലത്ത് പോയപ്പോൾ കണ്ടങ്ങനെ പരിചയപ്പെട്ട് പിന്നെ ആളങ്ങനെ ഞങ്ങളുടെ കമ്പനിയിൽ വന്നതാണ്. അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസ് ആണ് ഈ കട്ടർ മോളിൽ കാണുന്ന ഫിനിഷിങ്ങും എല്ലാം കാണുന്നത്. ഉണ്ട്, അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരമാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. ഇത് മെഷീൻ ഓപ്പറേറ്റ് ചെയ്യുന്ന ആൾ, മെഷീനെ കുറിച്ചിട്ട് അതുപോലെ എന്ത് കാര്യങ്ങളും ആൾക്കറിയും. അപ്പോൾ അതാണ് ഞങ്ങളുടെ ബലം. അതുപോലുള്ള മറ്റുള്ള വർക്കേഴ്സും അതെ ഞങ്ങളോടൊപ്പം എല്ലാ കാര്യങ്ങളിലും ഉണ്ട്. അതാണ് ഞങ്ങളുടെ വിജയം.